തൻ്റെ ആ പാട്ട ബസ്സുമായിട്ട് നാട്ടുകാരെ മുഴുവൻ ഇടിച്ചു പോലും അവന്മാർ. അതിനൊക്കെ സമാനം പറയേണ്ടി വരും. എല്ലാത്തിനും കൂടെ ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അടച്ചിട്ട് പൊക്കോ. എന്നോട് എന്തെങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കണം സാറേ. ഇത്രയും പൈസ ഒന്നും എനിക്കിപ്പോൾ അടക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കൂട്ടിയാൽ കൂടെയില്ല. എന്നാൽ പിന്നെ താരം എരിച്ച് വണ്ടി ഇവിടെ കൊണ്ടിട്ടോ. നല്ല കളക്ഷൻ ഉണ്ടല്ലോ. പെറ്റിയടയ്ക്ക് എന്താ എത്ര പാട്? ആരാ സാറിനോട് ഇതൊക്കെ പറഞ്ഞത്? നല്ല കളക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാറാ സർവീസ് നടത്തിക്കോ, ഞാൻ ബസ് വിട്ടു തരാം. താനെന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം സാറേ? എങ്ങനെ ഞാൻ സംസാരിക്കേണ്ടത്? ഞാനിത് എനിക്ക് സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിയ ബസ് സർവീസ് അല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം വന്നപ്പോൾ സ്വന്തം റിസ്ക് എടുത്ത് അവരുടെ കൂടെ നിൽക്കുകയാണ്. എവിടെന്നേലും ഒരു സപ്പോർട്ട് വേണ്ടേ സാറേ? ഇപ്പം നിങ്ങൾ ഉദ്യോഗസ്ഥരും പ്രതിപക്ഷവും എല്ലാവരും കൂടി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് നേരത്തെ പറഞ്ഞല്ല, ഒരു പ്രസ്ഥാനം ഇല്ലാതാക്കാൻ ഈസിയാണ് സാറേ. സാറ് പറഞ്ഞ പോലെ ബസ് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. അത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാറ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കണം. ഇനി തെറ്റുവരാതെ ഞാൻ ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം. ഒരു തവണ എന്നോട് ക്ഷമിച്ചുകൂടെ സാറേ? ഒരു തവണ. താൻ കൂടുതലൊന്നും പറയണ്ട. പെർമിറ്റ് കൊടുക്കാൻ പറ്റാത്ത റൂട്ടിലാണ് താൻ ബസ് ഓടണം. അതെൻ്റെ സ്വാധീനം കൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്തു. താൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അത് ചെയ്യുക. ബസ് മുതലാളിയാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കേട്ടേ പറ്റും.